കുഞ്ഞുങ്ങളുടെ മൂക്കടപ്പ് മാറാനായി ഡോക്ടർമാർ നമുക്ക് സലൈൻ ഡ്രോപ്സോ സ്പ്രേയോ തരാറുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. 250 മില്ലി വെള്ളത്തിൽ 1.5 ടീസ്പൂൺ അയഡൈസ്ഡ് അല്ലാത്ത ഉപ്പ് ഇതിട്ടതിന് ശേഷം നല്ലതുപോലെ ഒരു 10 മിനിറ്റോളം തിളപ്പിക്കണം. ഈ വെള്ളം ചൂടാറിയ ശേഷം കുഞ്ഞുങ്ങളുടെ ഓരോ മൂക്കിലും 2 തുള്ളി വീതം ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നമുക്കൊരു 3-4 ദിവസം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം പുതിയതായി സൊല്യൂഷൻ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവൂ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രമേ സലൈൻ സൊല്യൂഷൻ കുഞ്ഞുങ്ങളുടെ മൂക്കിൽ ഒറ്റിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കുഞ്ഞു വാവകളെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ മൂക്കിൽ ഈ ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോഴോ കിടക്കുമ്പോഴോ ഒഴിച്ചു കൊടുത്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, ഒരു 2.5 വയസ്സ് മുതലൊക്കെയുള്ള കുട്ടികൾക്ക് നേസൽ സ്പ്രേ ഉപയോഗിക്കാം. അതുവരെയുള്ള കുട്ടികൾക്ക് ഡ്രോപ്സ് ഉപയോഗിക്കാം. മറ്റൊരു പ്രധാന കാര്യം, ഡോക്ടർ കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നേസൽ ഡ്രോപ്സ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റിൽ മറ്റു പല നേസൽ ഡ്രോപ്സും അവൈലബിൾ ആണ്. അതിൽ കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത മറ്റു പല കണ്ടൻസും ഉണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ മൂക്കിൽ നിന്ന് രക്തസ്രാവത്തിന് വരെ കാരണമാവാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, സലൈൻ ഡ്രോപ്സ് ഒരിക്കലും ഒരു കോൾഡിനുള്ള പരിഹാരമല്ല. കോൾഡ് മൂലമുള്ള കൺജഷനും അതുപോലെ ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ മാത്രമേ സലൈൻ ഡ്രോപ്സിന് സാധിക്കൂ.